വഞ്ചൂരിൽ യുവ അഭിഭാഷകയായ ശ്യാമിലിയെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബെയിലിൻ ദാസ് മർദ്ദിച്ചിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സാറിന്റെ പഴയ ഒരു ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു. സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്നിങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം എന്താണ്? ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത്. അത് പറഞ്ഞത് അത് അവരുടെ ക്യാരക്ടർ, അവരെനിക്കെതിരെ പറഞ്ഞു. പക്ഷെ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല. കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനി കൂടുതൽ വകുപ്പുകൾ അവരന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഇനിയൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ടാലും ജയിലിൽ പോകും. അതിനേക്കാൾ അദ്ദേഹം യൂണിഫോം മൂരി വയ്ക്കുന്ന തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷൻ്റെയും ബാർ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. തങ്ങളുടെ മുന്നിൽ വെച്ച് സഹപ്രവർത്തകയ്ക്ക് മർദ്ദനമേറ്റിട്ടും അവർക്ക് നിയമസഹായം നൽകാനോ വൈദ്യസഹായം നൽകാനോ കൂടെ ഉണ്ടായിരുന്നവർ തയ്യാറായില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആരോപണ വിധേയനായ ഈ അഭിഭാഷകൻ ഈ യുവതിയെ മർദ്ദിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഇവർ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അഭിഭാഷകൻ മർദ്ദിച്ചു എന്നാണ് പ്രധാന പരാതി. മുൻപ് മർദ്ദിച്ചിട്ടുണ്ട്, മുഖത്ത് കൈവച്ചു, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. അതായത് സാർ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യും, അത് നമുക്ക് ഇഷ്ടപ്പെടില്ല, അതിന് പ്രതികരിച്ചാൽ അപ്പോൾ ദേഷ്യം വന്നിട്ട് ദേഷ്യത്തിൻ്റെ പുറത്ത് കംപ്ലീറ്റ്ലി ദേഷ്യത്തിൻ്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത് ഇതും അങ്ങനെ തന്നെ ചെയ്തതാണ്. ഉച്ചയോടുകൂടി അഡ്വക്കേറ്റ് ശ്യാമിലിയെ വഞ്ചൂരിലെ ഓഫീസിലെത്തിച്ച മഹസരം തയ്യാറാക്കി. സംഭവ സമയത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നവരുടെ മൊഴിയും രേഖപ്പെടുത്തി. സാക്ഷി മൊഴികളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചായിരുന്നു മഹസർ എഴുതി. ബാക്കി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കും. അതേസമയം സംഭവത്തിൽ അഭിഭാഷകനെതിരെ നടപടി വേണമെന്ന സർക്കാർ ബാർ കൗൺസിലിനെ അറിയിച്ചതായി മന്ത്രി P. രാജീവും പറഞ്ഞു. ഗൗരവമായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിന്, പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനും നടപടി സ്വീകരിക്കണം എന്ന കാര്യം അവരോട് ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെടുന്നതാണ്. തീരുമാനം എടുക്കേണ്ടത് ബാർ കൗൺസിലിന്റെ അധികാര പരിധിയിലാണ് വിടുന്നത്. അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് എവിടെയാണെന്ന് കണ്ടെത്താനോ അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോകാനോ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് ആദ്യഘട്ടത്തിലുണ്ടായ ബാർ അസോസിയേഷന്റെ ഇടപെടലാണ്. സുധീഷ് തിരുവല്ലോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.